ഇനി എൻ്റെ MP ലാഡ്സിനെ സംബന്ധിച്ചുള്ള പദ്ധതികൾ മുഴുവൻ പബ്ലിക്കായിട്ട് മീഡിയയെ വിളിച്ചിരുത്തി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ ലോഡ്ജ് ചെയ്യാനായിട്ട് തരൂ. കാരണം ജനങ്ങളിത് അറിയണം. അധമന്മാർ ചുറ്റുവട്ടത്ത് ഇപ്പോഴുമുണ്ട്. അവരുടെ വായ ഇനി തുറക്കാൻ പാടില്ല. സത്യം പറയാൻ തുറന്നു. അധമ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പാടില്ല എന്ന് പറയുന്ന ആഗ്രഹമുള്ളത് കൊണ്ട് പറയുന്നതാണ്. അതിൻ്റെ പേരിൽ ആരും എനിക്ക് വോട്ട് ചെയ്യണ്ട. വിഷയങ്ങൾ പലതും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. എത്ര ലക്ഷം രൂപയുടെ പദ്ധതികളാണ് MP ലാഡ്സിൽ മുടക്കി വെച്ച് അതും ആ ഇലക്ഷൻ ഉപയോഗിച്ചത്. ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത മാസം മുതൽ ഞാൻ MP ലാഡ്സിൽ നിന്നുള്ള പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചോണം. അപ്പം നുണയല്ലേ എഴുന്നള്ളിച്ചത്? ഇനി ഇപ്പൊ ഇവിടെ വെച്ച് പബ്ലിക്കായിട്ട് ഞാനത് മേയർ ഇരിക്കുമ്പോൾ പറയണമെന്ന് വിചാരിച്ചതാണ്. ശക്തൻ മാർക്കറ്റ് ഒരു ഓപ്പൺ ലുലു മോൾ എന്ന് പറയുന്നത് ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷന് വന്ന് കൊടുത്ത വാഗ്ദാനമാണ്. അത് നടപ്പിലാക്കിയെടുക്കാൻ 200 കോടിയുടെ പ്രോജക്റ്റ്, അത് 3 ഫേസ് ആയിട്ട് 99 ലക്ഷമാണ് ആദ്യത്തെ ഗഡുവായിട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. സ്വദേശ് ദർശൻ്റെ എൻഹാൻസ്ഡ് വേർഷനാണ് വരുന്നത്. SD3 അല്ല, 2.0യുടെ എൻഹാൻസ്ഡ് വേർഷൻ വരുന്നതിനകത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള DPR ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് 2021 വർഗീസ് ഏട്ടനടുത്ത് ചോദിച്ചു തുടങ്ങിയതാണ്. കൂടുള്ള വർഗീസാണത് കലക്കിയത്. ഇന്ന് വരെ തന്നിട്ടില്ല DPR. പക്ഷെ 4 ദിവസം മുമ്പ് മേയറും ഡെപ്യൂട്ടി മേയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആർക്കിടെക്ട്സ് എല്ലാവരും അവിടെ എറണാകുളത്ത് എൻ്റെ പെട്രോളിയം കോൺഫറൻസ് റൂമിൽ വന്ന് ഏതാണ്ട് 3.5 മണിക്കൂറാണ് ഗോവയിൽ ഞങ്ങൾ ഇന്ത്യ ടൂറിസം ചെയ്തുകൊണ്ടിരിക്കുന്ന പവറും ടൗൺ സെൻറ്റർ ആ ഡിസൈൻ വെച്ച് ഡിസ്കസ് ചെയ്തത്. അവർ പൂർണ്ണ തൃപ്തരായിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടുത്തെ DPR എനിക്ക് സെപ്റ്റംബർ 1 മുമ്പ് കിട്ടിയിരിക്കണം. ഓണം കഴിഞ്ഞ ഉടനെ, പുലിക്കളി കഴിഞ്ഞ ഉടനെ മേയറുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഗോവയിൽ പോയി ഈ സ്ട്രക്ചർ കാണുന്നുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെ അധികമായിട്ട് വേണം? പ്രധാനമായിട്ടും മീറ്റ് ആൻഡ് ഫിഷ് മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, ഫ്ലവർ മാർക്കറ്റ്, ഇതിനു വേണ്ടി വരുന്ന ഒരു സമുച്ചയവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇനി വടക്കുംനാഥ ക്ഷേത്ര മൈതാനം മറ്റൊരു പരിപാടികൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശിരസ വഹിച്ചിരിക്കും, അനുസരിച്ചിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, പക്ഷെ അവിടെ നടക്കുന്ന മറ്റ് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പറ്റുന്ന ഒരു വേദി കൂടി ഈ പറയുന്ന ഓപ്പൺ മാളിൻ്റെ ഏറ്റവും മുകളിലത്തെ ടെറസിൽ സാധ്യമാക്കുന്ന തരത്തിലൊരു ഡിസൈനാണ് മേയറും സംഘവും മനസ്സുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ടെക്നിക്കലായിട്ടും പിന്നെ പൊളിറ്റിക്കലായിട്ടും ഒരു കോർപ്പറേഷനൊക്കെ ആകുമ്പോൾ വിവിധ തരം കലക്കികളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. എണ്ണം കുറവാണെന്നേ ഉള്ളൂ. അവരെ എല്ലാം സമാധാനപ്പെടുത്തിക്കൊണ്ട് ഇത് മുമ്പോട്ട് പോയാൽ തൃശ്ശൂരിന് ചാർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ തിലകക്കുറി അതായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ, ഞാനിത് തൃശ്ശൂർ വരുന്ന കാലം മുതൽ അനുഭവിക്കുന്നതാണ്, കളക്ടർ ഡെയിലി അനുഭവിക്കുന്നുണ്ടാവും. നമ്മുടെ ഈ ജംഗ്ഷൻ പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിലെ റോഡിൻ്റെ അവസ്ഥ, ആ റോഡ് അങ്ങനെ അവിടെ ബ്ലോക്ക്. അവിടുത്തെ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന അവിടുത്തെ ഗട്ടറാണ്. അവിടെ എല്ലാ വണ്ടിയും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവിടെ ട്രാഫിക് ബ്ലോക്ക്. ഞാൻ വാഗ്ദാനം തരുന്നു, എൻ്റെ പെട്രോളിയം കമ്പനീസിനെ കൊണ്ട് ആ റൗണ്ട് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് ഒരു ലെവലിലേക്ക് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഞാൻ കൊണ്ടെത്തിക്കാം. എനിക്ക് അനുവാദം തരുമോ ഇല്ലയോ എന്ന് പ്ലാനിംഗ് ഓഫീസർ, കാരണം MP ലാഡ്സിൽ നിന്ന് ചെയ്യാനൊക്കത്തില്ല. ആ ബോട്ടിലിനേക്ക് അവിടുന്ന് നീങ്ങിയാൽ അവിടേക്ക് വരുന്ന 5 റോഡിൻ്റെ ട്രാഫിക് എന്ന് പറയുന്നത് ഈസിലാണ്. അവിടെ ഒരു സിഗ്നൽ ലൈറ്റും വെച്ച് തരാൻ തയ്യാറാണ്, ഹൈമാസ്റ്റും വെച്ച് തരാൻ തയ്യാറാണ്.
ഇതിപ്പോൾ ഒരു യൂട്ടിലിറ്റിയിലെ വീക്ക്നെസ് എന്താണെന്ന് അനുഭവത്തിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കാലമായിട്ട് മനസ്സിൽ കിടന്നത് ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞതാണ്. ഇനി എൻ്റെ MP ലാഡ്സിനെ സംബന്ധിച്ചുള്ള പദ്ധതികൾ മുഴുവൻ പബ്ലിക്കായിട്ട് മീഡിയയെ വിളിച്ചിരുത്തി പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ ലോഡ്ജ് ചെയ്യാനായിട്ട് തരൂ. കാരണം ജനങ്ങളിത് അറിയണം. അധമന്മാർ ചുറ്റുവട്ടത്ത് ഇപ്പോഴും ഉണ്ട്. അവരുടെ വായ ഇനി തുറക്കാൻ പാടില്ല. സത്യം പറയാൻ തുറന്നു. അധമ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പാടില്ല എന്ന് പറയുന്ന ആഗ്രഹമുള്ളത് കൊണ്ട് പറയുന്നതാണ്. ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം ഞാൻ നേരിടും, നെഞ്ചു വിരിച്ച് നേരിടും. വരുന്നവർ വരട്ടെ. പുലിക്കൽക്കാർക്ക് അവരോട് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ തെറ്റിദ്ധരിച്ചു, അതിലെ വിഷമമൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞു. പക്ഷെ ഇത് ഒരു തെക്കൻ്റെ സാംസ്കാരിക നഗരിയോടുള്ള പ്രണയം മാത്രമാണ്, ഒരു MP-യുടെയോ മന്ത്രിയുടെയോ അല്ല. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി, കാരണം ഇനി അടുത്ത ആയുധം അതാണെന്ന് എനിക്കറിയാം. നമ്മുടെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ അന്ന് ഞാൻ പറഞ്ഞിരുന്നു 16 ലക്ഷം രൂപ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അത് ട്രസ്റ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. അമ്മ മാതാ അമൃതാനന്ദമയി ദേവി 50 ലക്ഷം തരാൻ തയ്യാറാണെന്ന് ഇവിടെ അമ്മയുടെ സത്സംഗിന് വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ 16 കൂടി ചേർത്ത് ഈ കുടുംബങ്ങളിൽ സ്കൂൾ പഠനത്തിൻ്റെ കാലഘട്ടത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇന്ന് മരിച്ചുപോയവരുടെ മക്കൾ, ഇപ്പം കല്യാണം കഴിക്കാത്ത മക്കളില്ലാത്ത ആൾക്കാരുണ്ട്, അവരുടെ ചേട്ടൻ്റെയോ അനിയൻ്റെയോ മക്കൾ, അവർക്ക് വേണ്ടി ഒരു കൺസോർഷ്യത്തിന് വേണ്ടിയായിരിക്കും ഈ തുക നീക്കി വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇത് അമ്മയ്ക്ക് പാതി ഭാര്യയ്ക്ക് പാതി അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ തല്ലും വഴക്കും നടക്കുന്നത് കൊണ്ട് അതിലേക്കൊരു വലിയ അനുഗ്രഹം നമ്മൾ നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇതാണ് അതിന് ഏറ്റവും, അത് അമ്മയുമായിട്ട് ചർച്ച ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അതെന്നാണോ 16 കുടുംബങ്ങളെയും വിളിച്ചിരുത്തി കളക്ടർ ഒരു സമവായത്തിലെത്തുന്നത്, അതിൻ്റെ പിറ്റേന്ന് ആ ചെക്കും കൈമാറുന്നതായിരിക്കും.